ഇൻസുലിനെ ശരിക്കും ഒരു അഡിക്ഷനാണ് കേട്ടോ. നിങ്ങളത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ഫാർമ കമ്പനിയുടെ ഒരു ടെക്നിക്കാണ്, ഒരു കളിയാണ്. അങ്ങനെ അവർക്ക് കച്ചവടം കൂട്ടാനും രോഗികളെ കൂടുതൽ ഉണ്ടാക്കാനും കോടികൾ ലാഭം കിട്ടാനുമുള്ള ഒരു ടെക്നിക്കാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇൻസുലിൻ വേണ്ട, ഇൻസുലിൻ കൊടുക്കണ്ട. അപ്പോൾ എന്ത് സംഭവിക്കും? ഷുഗർ ഒന്ന് കൂടും, അത്രയല്ലേ ഉള്ളൂ. എന്നാലും ഇപ്പം എന്താ സംഭവിക്കുക? 500-600 ഷുഗറൊക്കെ ആയിട്ട് ആൾക്കാർ ജീവിക്കുന്നില്ലേ? അത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് ചെറിയൊരു ക്ഷീണം വരും. പിന്നെ പതുക്കെ പതുക്കെ കാറ്ററാക്ട്, തിമിരത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ കാഴ്ചയ്ക്ക് ചെറിയൊരു മങ്ങലൊക്കെ വരും, അത്രേ ഉള്ളൂ. ഈ ഡയബറ്റിക് കീറ്റോസിഡോസിസ് പോലുള്ള അവസ്ഥയിലോട്ട് ശരീരം ചെന്ന് കഴിഞ്ഞാൽ ബോഡിയുടെ pH മൊത്തത്തിൽ താളം തെറ്റും, മെറ്റബോളിക് അസിഡോസിസിലോട്ട് പോകും. കൂടിപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ICUയിൽ പോയി അഡ്മിറ്റ് ആവണം. ഒരു 2-3 ദിവസം ICUയിൽ കിടക്കേണ്ടി വരും. കുറേ കഴിയുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടന്ന് ശീലം ആയിക്കോളും. എന്നാലും ഇൻസുലിൻ ഒഴിവാക്കാമല്ലോ. പിന്നെ പതുക്കെ പതുക്കെ കയ്യിലൊക്കെ മുറിവ് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാൻ കുറച്ച് പ്രയാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അത് കാരണം വേറെ ഇൻഫെക്ഷൻ വന്നാൽ പിന്നെയും നമുക്ക് അഡ്മിറ്റ് ആവാമല്ലോ. ഹോസ്പിറ്റലൊക്കെ അതിനല്ല ഇരിക്കുന്നത്. ഒടുവിൽ ഇൻഫെക്ഷൻ വലുതായി വന്നു കഴിഞ്ഞാൽ ആ വിരലങ്ങ് മുറിച്ച് മാറ്റാം, അല്ലെങ്കിൽ കാലങ്ങ് മുറിച്ച് മാറ്റാം. എന്നാലും സാരമില്ല, ഇൻസുലിൻ എടുക്കണ്ട. ഇൻസുലിൻ ഒരു കുപ്പിക്ക് എന്താ വില? ഇൻസുലിൻ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഡോക്ടർമാർക്കും ഈ ഫാർമ കമ്പനിക്കാർക്കും ഈ ഹോസ്പിറ്റലിനെല്ലാം വലിയ ലാഭമല്ലേ ഉണ്ടാക്കുന്നത്. ഈ കോംപ്ലിക്കേഷൻസ് ട്രീറ്റ് ചെയ്യാനുള്ള ചികിത്സാ ചെലവ്, പിന്നെ ഈ ICUയിൽ കിടക്കുന്ന അഡ്മിഷൻ്റെ പൈസ, പിന്നെ ഈ സർജറി വേണ്ടി വന്നു കഴിഞ്ഞാൽ കാല് മുറിക്കാനോ വിരൽ മുറിക്കാനോ ഒക്കെ ചെയ്യാനുള്ള പൈസ, ഇതൊക്കെ വലിയ ലക്ഷക്കണക്കിന് പൈസ കിട്ടുമല്ലേ ചെയ്യുന്നത് ഒറ്റയടിക്ക്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇൻസുലിൻ കൊടുക്കാതിരുന്നാൽ പോരെ?